എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ബസൂഖ, മമ്മൂക്കയുടെ ബസൂഖ. ബസൂഖ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്, ദ മെഗാ സാഗ. ഇനി 50 ദിവസം കൂടി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന കേട്ടോ. അതെ അല്ലേ, ഈ ഒരു സാധനം വരുന്നു ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പെട്ടെന്ന് വന്ന സാധനം കേട്ടോ. പലതും പ്രതീക്ഷിക്കാത്തതാണ് മമ്മൂക്കയുടെ ഭാഗത്ത് സംഭവിക്കുന്നത്. ഇപ്പൊ കളങ്കാവല് ജാതി സാധനം നമ്മളിങ്ങനെ അവസാനം നിർത്തി വെച്ചിരിക്കുന്ന സിനിമയിൽ ഇതിനേക്കാളും ബെസ്റ്റ് ഒന്നും ഇനി ഇല്ല എന്നൊക്കെ ഇങ്ങനെ കരുതി വെക്കും. അതൊരു സത്യം. പക്ഷെ അടുത്തത് വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് ഇതാ കിടക്കുന്ന മുന്നിൽ. ഇപ്പോൾ അതാ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ബസൂക്ക. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നൊരു സാധനം ഉണ്ടാവും, ആ അളവിൻ്റെ മുകളിലുള്ള ഒരു പ്രതീക്ഷിക്കാത്തൊരു സാധനം എന്തായാലും കിട്ടിയിരിക്കും. അതങ്ങനെയാണ്. ഏതാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പോസ്റ്റർ കാണാം. ഇനി 50 ദിവസം ഉണ്ടല്ലേ? 50 ദിവസം ഉണ്ട്, 1.5 മാസത്തോളം. അതെ. ഓക്കെ, മെഗാ സാഗ ഇൻ 50 days. സരിഗമയായിരിക്കും അല്ലേ? സരിഗമയാണല്ലോ. അവരാണല്ലോ ഇങ്ങനെ അപ്രത്യക്ഷമായിട്ടൊക്കെ തരുന്ന ഒറ്റ കിടല അങ്ങോട്ട്. ഒരു കിഡിലൻ ഫൈറ്റ് സീനാണ്. ഒരു ബസ് ഉണ്ട്, ടൂറിസ്റ്റ് ബസ്സാണ്. അതിൽ നിന്ന് കുറേ ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ ബൈക്കിലുള്ള ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നു, അവരെ എടുത്തിട്ട് അലക്കുന്നു മമ്മൂക്ക. ഇത് ബൈക്കിൽ തന്നെ മമ്മൂക്കയും വരുന്നൊരു സീനുണ്ട് നമ്മള് മറ്റേ ടീസറിൽ. ബൈക്കിൽ വന്നിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും ഇത്, അല്ലാണ്ട് ബസ്സിൽ ഫോളോ ചെയ്യുന്നൊന്നും ആയിരിക്കൂല. നോക്കിക്കോ, അത് മമ്മൂക്കയും ബസ്സിൽ പോകുന്നല്ല, അല്ല ബൈക്കിൽ തന്നെ മമ്മൂക്കേന്റെ ഒരു സീനുണ്ടായിരുന്നു ടീസറിൽ. ഓർമ്മയുണ്ടോ? കണ്ടത് മറന്നുപോയോ? ബൈക്കിൽ ഒരു സീനുണ്ട്, അതേപോലത്തെ ഒരു സാധനമായിരിക്കും ഇത്. ബൈക്കിൽ വരുമ്പോൾ ഫോളോ ചെയ്യുന്ന, ബൈക്കിൽ വരുന്ന മറ്റാൾക്കാർ, അങ്ങനത്തെ ഒരു ഗംഭീര ഫൈറ്റ് ആയിരിക്കും. എനിക്ക് തോന്നിയ സാധനം എന്താണെന്നറിയോ? അത് ബസ്സിൽ യാത്ര ചെയ്യുന്നു, ആ ബസ്സിന്റെ കൂടെ ഫോളോ ചെയ്തിട്ട് കുറെ റൈഡേഴ്സ് വരുന്നു. വണ്ടി ഒന്ന് സൈഡാക്കുന്നു, ഇറങ്ങുന്നു, എടുത്തിട്ട് അലക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മുടെ സിനോപ്സിസ് ഒന്നുണ്ടായിരുന്നല്ലോ ഇതിന്റെ, അതില് ബസ്സിലെ യാത്രയിലാണ് കുറെ സംഭവം. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്ര ബസ്സിനുള്ളിലാ. അപ്പൊ ആ ക്യാരക്ടർ മമ്മൂക്ക ആയതുകൊണ്ട് ആണെങ്കിൽ വേറെ ആൾക്കാരും ഉണ്ടെങ്കിൽ അതെ. അപ്പോ ബസ്സിനുള്ളിലുള്ള നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ ആയിരിക്കാനാ സാധ്യത. പക്ഷെ ബസ്സിന്റെ ലുക്കൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. ഇമാരി ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണോ യാത്ര ചെയ്യുന്നത്? എന്താ ലോങ് പോണ സംഭവമായിരിക്കും, അല്ലാണ്ട് ആ ഒരു ഏരിയയിലുള്ള സംഭവം ഒന്നല്ല. അതായത് ഇത് വലിയ യാത്രയായിരിക്കും, നീണ്ട യാത്ര. അത് അവനാണ് സാധ്യത. ഇതില് ഹക്കീം ഷാ ഉണ്ട് കേട്ടോ, ഇതാ നിക്കുന്നു. അത് ഹക്കീം ഷാ അല്ലത്? കോസ്റ്റ്യൂം എന്താന്നല്ലേ നോക്കുന്നത്? ആളുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടോന്നോ നോക്കുന്നത്? ഇല്ല, ആള് ബസ്സിലുള്ളതാണോ അതോ ഈ വന്നതിലുള്ളതാണോ നോക്കണല്ലേ? അതാ ഞാൻ നോക്കിയത്. മറ്റുള്ള ആൾക്കാരൊക്കെ ഹെൽമെറ്റും കൈ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അതെ. അല്ല, അവരൊക്കെ റൈഡേഴ്സാണ്. അവരുടെ കയ്യിലുള്ള ഗ്ലൗസും ജാക്കറ്റും ഒക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ആളുടെ കോസ്റ്റ്യൂം ഹൂഡിയാണ്. ആള് ബസ്സിലുള്ള ആയിരിക്കും. എന്താണെങ്കിൽ ഗംഭീര പോസ്റ്റർ കേട്ടോ. ലുക്കും പിന്നെ മാത്രല്ല ഹെയർ സ്റ്റൈലും. അതാ എന്തും ആയിക്കോട്ടെ, കഥയൊക്കെ എന്തും ആയിക്കോട്ടെ, സന്ദർഭ സാഹചര്യം ഒക്കെ ഇട്ടാണ് ലുക്കിന്റെ കാര്യത്തില് ഒരു രക്ഷയില്ല. സൂപ്പർ. ഈ ഫൈറ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഗംഭീര സാധനമായിരിക്കും, ഫൈറ്റ് ആയിരിക്കും ഉറപ്പാ. ഇതില് ടീസറിൽ ഞാൻ കണ്ട സാധനം എന്താണെന്നറിയോ? ഇവരോട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ, അതായത് ഇങ്ങനെ അവരുടെ പുറത്ത് കയറിയിട്ട് അങ്ങോട്ട് മറിയുന്നല്ലോ, എന്നിട്ട് പറയുന്നത് 8 16 പണി എന്ന് പറയുന്ന ഡയലോഗ് വരുന്ന സമയത്ത്. പക്ഷെ ബൈക്ക് സീൻ ഓർമ്മയില്ല നമുക്ക്. ബൈക്ക് സീൻ ഓർമ്മയില്ലടാ. ബൈക്ക് സീൻ ഉണ്ടെന്നാല് ആണല്ലേ? ഓക്കെ. എന്തായാലും ബൈക്കിൽ എന്തായാലും ആള് ഈ രീതിയിലുള്ള കോസ്റ്റ്യൂമിൽ വരില്ലല്ലോ. അല്ല, വേറെ എന്തോ ഒരു സാധനം ഉണ്ട്, ജാക്കറ്റ് പോലത്തെ എന്തോ സംഭവം. ഫൈറ്റിന്റെ ഇടയ്ക്ക് ഊരിപ്പോയതാണെങ്കിലും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ ഊരിക്കളന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണോന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ചിന്തിച്ച് കൂട്ടാന്നല്ലാണ്ട് എന്താ, ഇത് സിനിമ വരുന്ന സമയത്ത് ഇതൊക്കെ മാറ്റം ഉണ്ടായിരുന്നു പറയാം, അത്രേ ഉള്ളൂ. എന്തായാലും ഗംഭീരം കേട്ടോ. ബസൂഖ ഏപ്രിൽ 10 റിലീസിനെത്തുകയാണ്. ഡീനോ ഡെന്നിസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമക്കുണ്ട്. പല കാരണങ്ങളാൽ ഒരുപാട് നീണ്ടു പോയ സിനിമയാണ്. 2 വർഷത്തോളം കാത്തിരിക്കുന്ന സിനിമയാണ്. അതെ.
എന്താണെങ്കിലും ഏപ്രിൽ 10-ാം തീയതി സിനിമ റിലീസിന് എത്തുകയാണ്. ഓക്കെ, ആൾ ദ വെരി ബെസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. ഗോഡ് ബ്ലസ്. മെഗാ വിളയാട്ടം ലോഡിങ്. ഓക്കെ. ടിനിയെ കൊണ്ട് നന്നായി പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ മമ്മതെ. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് ആർക്കും അറിയാത്തത്. അങ്ങനെയാണെങ്കിൽ ടിനിയിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാറായി മാറിയിട്ടുണ്ടാവും അല്ലേ? ബോധമുണ്ടോ നിനക്കൊക്കെ? എന്താന്ന് ഏതോ ഒന്നോ കുറച്ച് സിനിമകളൊക്കെ ഡ്യൂപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് അത് ഈ ഡബിൾ ഇതൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് മമ്മൂക്കയായിട്ട് വരുന്ന അങ്ങനത്തെ സിനിമകളിലൊന്നും അധികമൊന്നും വന്നിട്ടില്ല. ഇപ്പോ ഈ മറ്റേ മാരകമായിട്ടുള്ള ഫൈറ്റ് അതിന് ടിനി ടോമിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലേ, ടിനി ടോം അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്ത് വലിയൊരു സ്റ്റാറായി മാറിയാണ്. എന്റെ പൊന്നു, അല്ലെങ്കിൽ തന്നെ ചില സാധനത്തിലൊക്കെ ടിനി ടോമിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കും. ചില മമ്മൂക്ക സിനിമകളിലൊക്കെ ഇതൊക്കെ എന്താണെന്നറിയോ, ഇരട്ടകളായിട്ടൊക്കെ വരുമ്പോ ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരാൾ വേണം. അങ്ങനത്തെ സാധനം, അതും ഓവർ ഷോട്ട് ബാക്കിൽ നിന്ന് എടുക്കാൻ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാ ഫൈറ്റ് സീനിലൊക്കെ ആവും. അങ്ങനെയാണെങ്കിൽ ടിനി ടോം ആരായിരിക്കും? ഇവങ്ങനെ ഈ പറഞ്ഞ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അത് ചിന്തിച്ചാ മനസ്സിലായിക്കൂടെ? ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞു നടക്കണം. കാലത്ര പോയടോ, സിനിമയെ കുറിച്ച് ഒരു ബോധമില്ലാത്തൊരു മനുഷ്യൻ. ആരാണ് ഇട്ട് തേണ്ടി? മറഡോണ ഒന്ന് കമന്റ്. മറഡോണയ്ക്കൊന്നും ഒരു പണിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദ ഗ്രേറ്റ് ഫാദറിനും ഭീഷ്മയ്ക്കും ശേഷം കണ്ട നല്ല സ്റ്റൈലൻ ലുക്ക്. അതൊരു സത്യം. സിറപ്പാണ് തറமான സംഭവം. ഇനിമേതാ പാക്കപ്പോറെ. 50 days to go for ബസൂക്ക മൂവി ലോഡിങ്. മെഗാസ്റ്റാർ സ്വാഗ്. സത്യട്ടോ, മാരക സ്വാഗ. ചുണ്ടുപിടിച്ചിരിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലേ. മൾട്ടിസ്റ്റാർ പടത്തിനെ മലർത്തിയടിക്കാനുള്ള മുതലുണ്ടല്ലോ ഇത്. അങ്ങനെ സാധനം പറയരുതേ, അത് മറ്റൊരു സാധനം. പ്രതീക്ഷിച്ച് നിൽക്കരുതേ. അതല്ലേ, അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതും ഇതും അങ്ങനെ ഇങ്ങനെ ഒന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് അങ്ങനെ ഒരു സിനിമ, അത് അങ്ങനെ ഒരു സിനിമ, അങ്ങനെ വിചാരിക്കുക. ഒരു ജനതയുടെ നായകൻ. അതും പൊളി വിഷു തൂക്കി ബസൂക്ക ലോഡിങ്. അല്ലളിയാ, ഈ നമ്മളൊരു മനുഷ്യർക്ക് ഒരു സന്തോഷം നൽകാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളിടത്ത് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചില്ലേ? മറ്റുള്ളവർക്ക് കൂടി ഇറിറ്റേറ്റിംഗ് മൈൻഡ് കൊടുക്കുന്നത് നല്ല കാര്യം. നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുക, അതാണ് പല ആൾക്കാരെയും. എന്തിനാണെന്നാണ് ആലോചിക്കേണ്ടത്, ഒരു ഐഡിയ കിട്ടാതെ. ഇടാനുള്ള റെക്കോർഡെല്ലാം ഇട്ട് വെച്ചേക്ക്. അതെല്ലാം തീർക്കാൻ ഒരുത്തൻ വരുന്നുണ്ട്. ഏപ്രിൽ 10 മെഗാസ്റ്റാർ എൻട്രി. പൊളി. ഇങ്ങനെ വേണം പ്രൊമോഷൻ. അത് ന്യായം. ഇപ്പൊ ഒരുപാട് കയറ്റാതിരിക്കുന്നതാ നല്ലത്. കിടിലൻ തീ ഐറ്റം പ്രതീക്ഷിക്കുന്നു. അത് ശരി. അത് മൂപ്പരധികം ഹൈപ്പ് പ്രതീക്ഷിക്കുന്നില്ല, നല്ലൊരു ഐറ്റം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമേ. തൊട്ട മുമ്പിൽ ഇങ്ങനെ വേണം പ്രൊമോഷൻ എന്ന് വേറെ രണ്ട് അഭിപ്രായം വരുന്നു. അതങ്ങനെയാണല്ലോ. അതെ. ഇക്കാന്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കമന്റ്. തിയേറ്റർ പൂരപ്പറമ്പാക്കും. മെഗാ ഷോ വെയിറ്റിംഗ് ഫോർ ബസൂക്ക. വില്ലന് മുമ്പേ നായകൻ വരും. അതായത് അത് ഉറപ്പിക്കാവോ? പറയാൻ പറ്റൂല കേട്ടോ. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കൊന്നും വേണ്ട. ഇതില് വില്ലനാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇത് ബസൂക്ക ഇപ്പൊ നായകനാണെന്ന് നിങ്ങളോട് ആരോ. അതെ, ഇതിലും വില്ലനാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ വില്ലന് മുമ്പേ വില്ലനും വന്നു തന്നെ പറയുന്നത്. വില്ലൻ വരുന്നതിന് മുമ്പേ ഉള്ള നായകന്റെ അഴിഞ്ഞാട്ടെന്ന് പറയാൻ പറ്റില്ല ബ്രോ. നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ്. അങ്ങനെ പോരട്ടെ, ഓരോന്നും ഇങ്ങനെ അടിച്ചിറക്ക് വിട്ടുന്ന്. വിഷു പൊളിക്കുന്നൊക്കെ വരട്ടെ. ഓക്കേ, ഏപ്രിൽ 10 വേറെ ഒരുപാട് സിനിമകൾ വരാനുണ്ട് കേട്ടോ. അത് ഒരു ലിസ്റ്റ് തന്നെ വേറെ ഉണ്ട്. അത് ഭയങ്കര ഒരു ഇത് തന്നെയായിരിക്കും. ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഗുഡ് ബാഡ് അഗ്ലി, യെസ്, ബസൂക്ക. പിന്നെ ഉണ്ടല്ലോ ഇഡ്ലിക്കട ഉണ്ടായിരുന്നു, ഇഡ്ലിക്കട മാറ്റിയിട്ടുണ്ട്. പിന്നെ ടോക്സിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടോക്സിക്കും മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അത് അത്രയും കുറച്ച് നീണ്ടു പോകും. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഏതൊക്കെയോ സിനിമകളുണ്ട്, കുറെ സിനിമകളുണ്ട്. നമുക്ക് അന്ന് നമ്മള് 13, 12, 11 ആ ഒരു ടൈമിൽ തന്നെ കണ്ടമാന സിനിമകളാണ്. സർക്കിട്ട് അത് തന്നെ. അങ്ങനെ 5 സിനിമയൊക്കെ ഉണ്ട്. അതിൽ 4 മലയാളത്തിൽ നിന്നാണ്, ഒരെണ്ണം ഉള്ളൂ
തമിഴ് ഗുഡ് ബാഡംകളി. അതിന് വേറെ ഏതെങ്കിലും വരുമോന്ന് അറിഞ്ഞു ആ ടൈം ആകുമ്പോഴത്തേക്കും വരും. എന്താണെങ്കിലും വൻ ക്ലാഷ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. പുതിയ എൻട്രി എന്തായാലും ഉണ്ടാവും. യെസ്, ഉറപ്പല്ലേ. എന്താണെങ്കിലും പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയായിരിക്കും. കാത്തിരിക്കാം. യെസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.